സനൽ പോറ്റി എന്ന പേര് പറഞ്ഞാൽ ഒരുപക്ഷെ ആളാരാണെന്ന് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. എന്നാൽ രാവിലെ TV തുറന്ന് വാർത്താ ചാനലുകൾ കണ്ടിരുന്നവർക്ക് ഈ മുഖം അത്ര പെട്ടെന്നൊന്നും മറക്കാനാകില്ല. കാരണം അത്രത്തോളം സൗമ്യമായ വാർത്താ അവതരണവും പ്രസന്നതയുള്ള മുഖവും ഘനഗാംഭീര്യ ശബ്ദവുമൊക്കെയായി അതിവേഗം പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടുവാൻ കഴിഞ്ഞ അവതാരകനായിരുന്നു അദ്ദേഹം. 55 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മരണവാർത്തയാണ് മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ആരാധകർക്കും മുന്നിലേക്ക് എത്തിയത്. വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. കൊച്ചിയിലെ മഞ്ഞുമൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മൃതദേഹം ഇപ്പോൾ. നിരവധി ചാനലുകളിൽ അവതാരകനായും പ്രൊഡ്യൂസറായുമെല്ലാം പ്രവർത്തിച്ചിട്ടുള്ള സനൽ കളമശ്ശേരി SCMS കോളേജിൽ പബ്ലിക് റിലേഷൻസ് മാനേജറായി പ്രവർത്തിച്ചു വരുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. ഒരു കാലത്ത് ടെലിവിഷൻ ചാനലുകളിലെ പ്രധാന അവതാരകനായിരുന്നു സനൽ പോറ്റി. മലയാളം ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യകാല പ്രധാന മുഖങ്ങളിൽ ഒന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. അപ്രതീക്ഷിതമായാണ് അദ്ദേഹത്തെ വൃക്കരോഗം ബാധിക്കുന്നത്. തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. നിരവധി ചാനലുകളിൽ അവതാരകനായും പ്രൊഡ്യൂസറായുമെല്ലാം സനൽ പോറ്റി പ്രവർത്തിച്ചിട്ടുണ്ട്. ദീർഘകാലമായി രോഗബാധിതനായിരുന്ന സനൽ പോറ്റി അതിനുശേഷമാണ് കരിയറിൽ നിന്നും അല്പം പിന്നോട്ടു പോകുന്നത്. 2 വൃക്കകളുടെയും പ്രവർത്തനം 2 വർഷം മുമ്പ് നിലച്ചിരുന്നു. 2018 പക്ഷാഘാത ബാധിതനായിരുന്നു അദ്ദേഹം. 3 വർഷം മുൻപാണ് വൃക്കരോഗം സ്ഥിരീകരിച്ചത്. തുടർന്ന് ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ആരോഗ്യാവസ്ഥ മോശമാവുകയും ഇന്ന് പുലർച്ചെയോടെ മരണം സംഭവിക്കുകയുമായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ രക്തസമ്മർദ്ദം കൂടി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതുപോലെ ശ്വാസം കിട്ടാതെ പിടയുകയായിരുന്നു അദ്ദേഹം. അന്നു മുതലാണ് ചികിത്സകൾ ആരംഭിച്ചത്. ആഴ്ചയിൽ 3 ഡയാലിസിസ് വരെ ചെയ്തിരുന്നു. ചിലപ്പോൾ അതിൻ്റെ എണ്ണവും കൂടും. 2018 ഒരു പക്ഷാഘാതം വന്നപ്പോഴാണ് ശരീരം ആരോഗ്യത്തിൻ്റെ താളക്കേടുകൾ കാണിക്കുന്നുണ്ടെന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞത്. ശ്വാസം മുട്ടലും തളർച്ചയും രക്തസമ്മർദ്ദ വ്യതിയാനവും അടക്കമുള്ള ബുദ്ധിമുട്ടുകൾക്കിടയിലും പരിപാടികളിൽ കഴിയുന്നത്ര സജീവമായിരുന്നു അദ്ദേഹം. 3 മാസം മുമ്പ് ഇടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്കിൽ ബുൾബുൾ സംഗീതത്തിന്റെ ഡോക്യു ഫിലിം പ്രകാശനത്തിൽ അവതാരകനായിരുന്നു അദ്ദേഹം. MTയുടെ മഞ്ഞ നോവലിലെ കുറച്ച് ഭാഗം വായിക്കുകയും ചെയ്തു. കളമശ്ശേരി മുട്ടം സിൽവർ ലേക്ക് ഫ്ളാറ്റിൽ നിന്ന് മുപ്പത്തടം തണൽ സ്ക്വയർ ഡയാലിസിസ് സെന്ററിലേക്കുള്ള യാത്രകൾ ജീവിതത്തിന്റെ ശീലമായി കഴിഞ്ഞുവെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. ഹൃദയത്തിന് താഴെയുള്ള അയോർട്ട മഹാധമനിയിലെ വീക്കം മാറ്റുന്നതിലടക്കം ചികിത്സകൾ നടത്തിയിട്ടുണ്ട്. അതുകഴിഞ്ഞ് ഡിസംബറിൽ ചേച്ചി നൽകുന്ന വൃക്ക സ്വീകരിക്കുന്നതിനുള്ള ശസ്ത്രക്രിയ നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. അതിനുവേണ്ടി 36 ലക്ഷത്തോളം രൂപയായിരുന്നു വേണ്ടി വന്നിരുന്നത്. അതിനുള്ള ധനസഹായ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു വരികയുമായിരുന്നു. ഡിസംബർ 25 MTയുടെ ചരമദിനത്തിൽ മഞ്ഞിന്റെ ബാക്കി ഭാഗം വായിക്കണം, ആരോഗ്യം വീണ്ടെടുത്ത് ഞാൻ തിരിച്ചു വരുമെന്ന് സനൽ പോറ്റി 2 മാസം മുമ്പ് പറഞ്ഞിരുന്നു. എന്നാൽ അതൊന്നും നടത്താനാകാതെയാണ് അദ്ദേഹം മാഞ്ഞത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.